ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻഷീന. ക്രൂഡ് ഓയിലിലൂടെ ആക്യുറേറ്റ് ആയിട്ട് ട്രേഡ് എങ്ങനെ എടുക്കാം എന്നുള്ള ഇന്നത്തെ ലൈവിലൂടെ കാണിക്കുന്നത്. ഇതിൽ 15 മിനിറ്റ്സ് 5 ഞാൻ രണ്ടും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ക്രൂഡ് ഓയിൽ നമുക്ക് ആക്ച്വലി, അതായത് മോർണിംഗിലൊക്കെ സമയമില്ലാത്തവർ കുറച്ചുകൂടി ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന മാർക്കറ്റാണ് ക്രൂഡ് ഓയിലിൻ്റെ. ക്രൂഡ് ഓയിലൊക്കെ മിക്കവാറും ഈവനിങ്ങിൽ നല്ല ഫ്ലക്ച്വേഷൻ വരാണ്ട് മാർക്കറ്റിൽ നല്ല റിട്ടേൺ എടുക്കാൻ പറ്റുന്ന ചാൻസുള്ള ട്രേഡ് തന്നെയാണ് ക്രൂഡ് ഓയിൽ മിക്കവാറും കിട്ടാറ്. അപ്പോൾ 2 ദിവസമായിട്ട് ക്രൂഡ് ഓയിൽ നല്ല ട്രേഡ് തന്നെയാണ്. 2 ദിവസം മിക്കവാറും ട്രേഡ് കിട്ടാറുണ്ട് നമുക്ക്. ക്രൂഡ് ഓയിൽ ഇന്നലെ നോക്കുകയാണെങ്കിൽ ഹ്യൂജ് ഡൗൺ ആയിരുന്നു. അതിന് മുമ്പ് നല്ലൊരു ബൈയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ എന്ന് പറഞ്ഞാൽ 2:30-ക്ക് ശേഷം, ഇന്നലെ എന്ന് പറഞ്ഞാൽ നമുക്ക് 12th പെർഫോമൻസ് ആണ്. ഇന്ന് 13th നോക്കുകയാണെങ്കിൽ മോർണിംഗിലൊരു ചെറിയ ഡൗൺ വന്നു. അത് കഴിഞ്ഞ് ഇപ്പം മാർക്കറ്റ് ഭയങ്കര സ്ട്രോങ് ബൈ എന്ന് പറയാൻ പറ്റില്ല. രണ്ടും ചെറിയ ട്രേഡുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വലിയ റിട്ടേൺ കിട്ടിയിട്ടില്ല, എന്നാൽ നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ട്, പ്രോഫിറ്റും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം അതിൽ നമുക്ക് ഇതുപോലത്തെ മാർക്കറ്റുകൾ, അതായത് നല്ല ഫ്ലക്ച്വേഷൻ, നല്ല ട്രെൻഡിങ് മാർക്കറ്റിലെ സൈഡ് വേസ് മാർക്കറ്റിലൊക്കെ ട്രേഡ് എങ്ങനെ ചെയ്യാം, ഇതിൽ എങ്ങനെയൊക്കെയാണ് ഒരു ഫേക്ക് അപ്പ് ഡൗൺസ് ഒഴിവാക്കുന്നത്, ലോസ് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ആണ് ഇന്ന് കാണിച്ചു തരുന്നത്. അതിൽ ക്രൂഡ് ഓയിലിൻ്റെ 5, 15 രണ്ടും കിട്ടുന്നുണ്ട്. 5 സ്കാൽപ്പിംഗ്, 15 ആണെങ്കിൽ നമുക്ക് കറക്റ്റ്, അതായത് ക്രൂഡ് ഓയിൽ എപ്പോഴും എടുക്കാൻ പറ്റുന്നൊരു ടൈം ഫ്രെയിം, അതായത് ബെറ്റർ ടൈം ഫ്രെയിം എന്ന് പറഞ്ഞാൽ ആക്യുറേറ്റ് ടൈം ഫ്രെയിം എന്ന് പറഞ്ഞാൽ 15 ആണ്. 15 നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ട്രേഡ്, ഇന്നെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് 13th പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ബൈ വന്നിട്ടുണ്ട്. ബൈ അപ്രോക്സിമേറ്റ് 3.45 വന്നിരിക്കുന്നത്. അതിൻ്റെ ട്രേഡ് എൻട്രി പോയിന്റ് കൊടുത്തിട്ട് ടാർഗറ്റ് കൊടുത്തു. ഇത് ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ട് പെർഫോമൻസ് ഉള്ള 13 പോയിന്റ് കയറിയിട്ടുമുണ്ട്. പക്ഷേ അവിടെ കൺഫർമേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല. കാരണം ട്രേഡ് ഇവിടെ റിസ്ക്കിയാണെന്ന് പറയുന്നുണ്ട്. കാരണം പെട്ടെന്ന് ഇത്രയും ഡൗൺ, അതായത് കഴിഞ്ഞ ദിവസം വന്ന ട്രേഡിൻ്റെ ഒരു സഡൻ ഡൗൺ പോയതല്ലാണ്ട് മാർക്കറ്റ് തിരിച്ച് മോർണിംഗിൽ വന്ന ആ എത്രയും ഡൗൺ പോയിന്റ് ചെറിയൊരു കയറ്റം മാത്രമേ നടന്നിട്ടുള്ളൂ. അതിവിടെ ട്രേഡ് 15 മിനിറ്റ്സിലത് കൺഫർമേഷൻ കിട്ടാത്ത പറഞ്ഞാൽ മാർക്കറ്റ് പെട്ടെന്ന് തന്നെ ട്രേഡ് കയറിയിട്ട് അത്രയും തന്നെ റിവേഴ്സ് അടിക്കാൻ സാധ്യതയുള്ള ട്രേഡുകൾക്ക് 15 മിനിറ്റ്സ് കറക്റ്റ് ലെവലിൽ കൺഫർമേഷൻ നമുക്ക് തരില്ല. പക്ഷേ 5 മിനിറ്റ്സിൽ നമുക്ക് ട്രേഡ് കിട്ടും. 5 നോക്കുകയാണെങ്കിൽ നമുക്ക് ട്രേഡ് നമുക്ക് കിട്ടിയിട്ടുമുണ്ട്. 3 ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടും 10-27 പോയിന്റോളം മാർക്കറ്റ് കയറി നിന്നിട്ടുണ്ട്. അത്രയും തന്നെ മാർക്കറ്റ് ഇപ്പോൾ തിരിച്ച് ഇറങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ മാർക്കറ്റ് കയറി അത്രയും തന്നെ റിവേഴ്സ് അടിക്കുന്നതുകൊണ്ട് 15 മിനിറ്റ്സിൽ ആ കറക്റ്റ് കൺഫർമേഷൻ തരുമല്ലോ. പക്ഷെ നമുക്കത് ട്രേഡ് എടുക്കണമെങ്കിൽ നമുക്ക് ആക്ച്വലി 5 മിനിറ്റ്സ് ഉപയോഗിച്ചിട്ട് ചെറിയ ട്രേഡ് പെട്ടെന്ന് എടുത്തിട്ട് നമുക്ക് എക്സിറ്റ് കറക്റ്റ് പോയിന്റിൽ എടുക്കണം. ഒറ്റ മാർക്കറ്റ് കയറിയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ട്രേഡ് കിട്ടില്ല. കാരണം നമ്മൾ എടുത്തു വരുമ്പോഴത്തേക്കും മാർക്കറ്റ് അത്രയും പെട്ടെന്ന് തന്നെ ബാക്ക് അടിക്കും. അതുകൊണ്ട് നമുക്ക് ആ പോയിന്റ് എടുക്കാൻ സാധിച്ചില്ല. പിന്നെ നമുക്ക് റിട്രേസ്മെന്റിൽ മാത്രമേ എടുക്കാവൂ, ഇല്ലെങ്കിൽ നമുക്കത് എസ് എൽ കിട്ടാൻ ചാൻസ് ഉള്ള ട്രേഡുകളാണ്. അതുകൊണ്ടാണ് 15ൽ കറക്റ്റ് നമുക്ക് ട്രേഡ് കിട്ടാത്തത്. അത് കണ്ടുപിടിക്കാൻ സിമ്പിളാണ്. നമുക്ക് ആക്ച്വലി 5, 15 രണ്ടും സെറ്റ് ചെയ്യുക. ഇപ്പോൾ സിഗ്നൽ വരുന്ന സമയത്ത് നമുക്ക് ആക്ച്വലി നമ്മുടെ സോഫ്റ്റ്വെയർ അവിടെ ഡീറ്റെയിൽസ് മെയിലിൽ കൊടുക്കും, എൻട്രി പോയിന്റ് ടാർഗറ്റും കൊടുക്കും. ഇപ്പോൾ സിഗ്നൽ കൺഫർമേഷൻ 15 നോക്കുകയാണെങ്കിൽ ഇവിടെ മാറി സിഗ്നൽ വന്നിട്ടുണ്ട്. പക്ഷേ താഴോട്ട് അവിടെ ബാർ കളർ ഇപ്പോഴും സെല്ലിൽ നിന്ന് മാറിയിട്ടില്ല. കൺഫർമേഷൻ കറക്റ്റ് ലെവൽ വന്നിട്ടുമില്ല. അപ്പം മാർക്കറ്റ് തന്നെ ചെറുതായിട്ട് കയറിയിട്ടുമുണ്ട്. എന്നാൽ 5 നോക്കിയിട്ട് അവിടെ കറക്റ്റ് ലെവലിൽ നമുക്ക് തന്നിട്ടുണ്ട്. കറക്റ്റ് 5 ലെവലിൽ സിഗ്നൽ കിട്ടി. അവിടെ താഴെ നമുക്ക് സിഗ്നൽ ക്യാൻഡിൽ കളർ ഗ്രീൻ വന്നു. അവിടെ കറക്റ്റ് കൺഫേം ആയി. അവിടെ നമ്മുടെ സെക്കൻഡ് ക്യാൻഡിൽ ബ്രേക്ക്ഔട്ട് പോയി. അവിടെ നിന്ന് മാർക്കറ്റ് കയറിയിട്ടാണ് നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുമുണ്ട്. എന്തായാലും നമുക്ക് 20 പോയിന്റ് ഷുവറായിട്ടും കിട്ടിയിരുന്ന മാർക്കറ്റ് കയറിയിട്ടുമുണ്ട്. അപ്പോൾ ഇപ്പം മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ താഴ്ത്തിറങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, ചെറുതായിട്ടൊന്ന് ഇറങ്ങാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇനി അടുത്തൊരു ട്രേഡ് മാർക്കറ്റിന് കയറുവാണെങ്കിൽ ഈ റെസിസ്റ്റൻസിനെ പിന്നെയും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു റീ എൻട്രി ലെവൽ തരും. അവിടെ നമുക്ക് കറക്റ്റായിട്ട് അടുത്ത ട്രേഡ് പിടിക്കാം. അപ്പോൾ ഇതുവരെ എടുക്കാത്തവർക്ക് നെക്സ്റ്റ് ട്രേഡ് അവിടെയാണ് എടുക്കേണ്ടത്. റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്പോർട്ടിന് മാർക്കറ്റ് ഇറങ്ങുവാണെങ്കിൽ സപ്പോർട്ടിനെ കട്ടിയും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ റെസിസ്റ്റൻസിന് ബ്രേക്ക് ചെയ്ത് കയറും. അവിടെ നമുക്ക് റീ എൻട്രി ലെവൽ തരും. നമുക്ക് അവിടെയാണ് അടുത്ത ട്രേഡ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിന് ഇന്ന് നോക്കുകയാണെങ്കിൽ മോർണിംഗിൽ വലിയൊരു മൊമെന്റ് ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് ബൈ വന്നു. പക്ഷേ ബൈ കൺഫർമേഷൻ കിട്ടിയിട്ടും സൈഡ് വേസ് ആണ് കാണിച്ചിരുന്നത്. കളർ ചേഞ്ച് അവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. എക്സ്ട്രാ കളർ കാണിക്കുന്ന വെള്ളയും ബ്ലൂ ഒക്കെ സൈഡ് വേസ് ആണ്, ട്രേഡ് ഇല്ല എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് വന്ന് സെല്ല് കറക്റ്റ് ലെവലായിരുന്നു. 5188 മാർക്കറ്റ് ഇറങ്ങി. അപ്രോക്സിമേറ്റ് ചെറിയൊരു ഡൗൺ പോയിട്ടുണ്ട്. 66 വരെയൊക്കെ പോയിട്ടുണ്ട്. ചെറിയൊരു ഡൗൺ ഉണ്ടായിരുന്നു. ചെറിയ ട്രേഡും കിട്ടിയിട്ടുണ്ട്. എന്നാൽ വലിയൊരു ട്രേഡ് എന്ന് പറയാൻ പറ്റില്ല. ചെറിയമായിട്ട് മാർക്കറ്റ് ഇറങ്ങുകയും ചെയ്തു. അവിടെ നിന്ന് തിരിച്ച് മാർക്കറ്റ് പിന്നെ ബൈ കയറി. നമുക്കിപ്പോൾ മാർക്കറ്റ് ചെറിയ റിട്ടേൺ കിട്ടിയിട്ടുണ്ട് നമുക്ക് എന്തായാലും. പക്ഷേ സ്ട്രോങ് ആയിട്ടൊരു ബുള്ളിഷ് കയറി എന്ന് പറയാൻ പറ്റില്ല. പെട്ടെന്നൊരു ഹൈക്ക് അടിച്ച് മാർക്കറ്റ് കയറിയാണ് ഇത്രയും ഡൗൺ ഇറങ്ങിയതിൻ്റെ. അപ്പോൾ അത് 15 മിനിറ്റ്സിലാണ്. അതുകൊണ്ട് അവിടെ ടൈം ഫ്രെയിം കമ്പയർ ചെയ്ത് നമുക്ക് 50 മിനിറ്റ്സ് നോക്കുകയാണെങ്കിൽ ട്രേഡ് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇന്നലെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ബൈ കറക്റ്റ് ലെവലിൽ മാച്ച് ആയിരുന്നു. അവിടെ താഴെയും ബ്രേക്ക് ചെയ്യുന്നു, ക്യാൻഡിൽ കളറും ബ്രേക്ക് ചെയ്തു. അവിടുന്ന് കറക്റ്റ് ലെവൽ ബ്രേക്ക് ചെയ്ത് 2 പ്രാവശ്യം റെസിസ്റ്റൻസ് അടിച്ച് കയറിയിട്ടുണ്ട്. നല്ല ട്രേഡാണ്. പക്ഷേ ഇന്നിപ്പോൾ വരാത്തതുകൊണ്ട് പെട്ടെന്നൊരു ട്രേഡ് ആയതുകൊണ്ടാണ് അവിടെ കിട്ടാത്തത്. ഓക്കെ, അപ്പം നമ്മുടെ സോഫ്റ്റ്വെയറിൽ ലേറ്റസ്റ്റ് സെഷനിൽ കുറച്ചുകൂടി എളുപ്പമാണ്. സൈഡ് വേസ് കറക്റ്റായിട്ട് എക്സ്ട്രാ കളർ വഴി കാണിച്ചിരുന്നുണ്ട്.
സ്ട്രോങ് ബ്രേക്ക് ഔട്ട് തിരിച്ചറിയാൻ എളുപ്പമാണ്. റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്പോർട്ടിന് സ്ട്രോങ് ആയിട്ട് കട്ട് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും അവിടെ സ്ട്രോങ് ബ്രേക്ക്. അതേപോലെ കറക്റ്റ് ലെവലിൽ ബ്രേക്ക് ഔട്ട് വരുന്ന ട്രേഡുകളൊക്കെ ആക്യുറേറ്റ് ആയിട്ട് 3 ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. മാർക്കറ്റ് ട്രേഡ് കഴിഞ്ഞാൽ അടുത്ത ട്രേഡും സപ്പോർട്ടും റെസിസ്റ്റൻസിനും സ്ട്രെങ്ത് നോക്കിയിട്ട് നമുക്ക് കറക്റ്റായിട്ട് അത് മനസ്സിലാക്കാൻ സാധിക്കും. സ്ട്രോങ് ബ്രേക്ക് ആണോ അല്ലയോ, നമുക്ക് അവിടെ ഹോൾഡ് ചെയ്യണോ കുറച്ചുകൂടെ എക്സിറ്റ് ചെയ്യണോ എന്നുള്ള ട്രേഡുകൾ കറക്റ്റായിട്ട് തിരിച്ചറിയാൻ സാധിക്കുന്നൊരു സോഫ്റ്റ്വെയറാണ്. അപ്പോൾ ഇതൊക്കെ ലൈവ് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ലൈവ് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ലൈവിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.